ഹായ് ഓൾ, നമ്മൾ ഇന്നൊരു പുതിയ സെക്ഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. പാർട്ട് 2 സെക്ഷൻ ഡി, എൻ്റർപ്രൈസ് റിസ്ക് മാനേജ്മെൻറ്റ്. നമുക്ക് സെക്ഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് അൻവർ എന്നാണ്, CMA ക്വാളിഫൈഡ് ആണ്. ഞാനായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ പഠിപ്പിക്കുന്നത്. നമുക്ക് ഈ സെക്ഷനിലേക്ക് ഒന്ന് നോക്കിയാലോ, എന്താണ് ഈ സെക്ഷനിലുള്ളതെന്നൊരു ഓവർവ്യൂ നോക്കിയാലോ. അതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഉണ്ടാവുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ക്ലാസ്സസോ കാര്യങ്ങൾ ടോപ്പിക് വൈസായിട്ട് നമ്മളൊന്നും പഠിക്കുന്നില്ല. പക്ഷേ നിങ്ങളപ്പോൾ ആലോചിക്കും സ്കിപ്പ് ചെയ്യാമെന്ന്. പക്ഷേ ആരും സ്കിപ്പ് ചെയ്യല്. കാരണം നമ്മൾ ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് ഈ സെക്ഷൻ കൊണ്ടുള്ള യൂസ് എന്താണ്, നമ്മൾ ഈ സെക്ഷൻ എന്തിനാണ് പഠിക്കുന്നത്, ഈ സെക്ഷനിൽ എന്തൊക്കെയാണ് പഠിക്കുന്നത്, നമ്മൾ എങ്ങനെ ഈ ഒരു സെക്ഷനെ അപ്രോച്ച് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു സെക്ഷനെ കുറിച്ചൊരു ഓവർവ്യൂ ഇല്ലാതെ നിങ്ങൾ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർലി ഷെഡ്യൂൾ ചെയ്തിട്ട് പഠിക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഈ ഒരു ഓവർവ്യൂ വീഡിയോ എല്ലാവരും കണ്ടതിന് ശേഷം മാത്രം നമ്മൾ ടോപ്പിക് വൈസ് വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഈ CMA USA എൻ്റെ ഒരു സിലബസ് എടുത്ത് നോക്കിയാൽ അതിലെ ഏറ്റവും ചെറിയ സെക്ഷനാണ് സെക്ഷൻ ഡി, എൻ്റർപ്രൈസ് റിസ്ക് മാനേജ്മെൻറ്റ്. ഏറ്റവും ചെറിയ സെക്ഷൻ, പാർട്ട് 1 ആണെങ്കിലും പാർട്ട് 2 ആണെങ്കിലും ഏറ്റവും ചെറിയ സെക്ഷനാണ് എൻ്റർപ്രൈസ് റിസ്ക് മാനേജ്മെൻറ്റ് എന്നുള്ളത്. അതുപോലെ തന്നെ സിമ്പിളാണ്. കാര്യങ്ങളൊക്കെ പ്രോപ്പർലി മനസ്സിലാക്കി പഠിച്ച് ഒരു ഷെഡ്യൂൾ ചെയ്ത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ സിമ്പിളി നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു സെക്ഷനാണ്. ഈ സെക്ഷനിൽ നിന്ന് ഏകദേശം 10% ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ, നോർമലി ഒരു ആവറേജ് നോക്കുമ്പോൾ 10% ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ ആലോചിക്കും 10% അല്ലേ ഉള്ളൂ, വലിയ കുഴപ്പമില്ലെന്ന്. അങ്ങനല്ല, നിങ്ങൾ ജസ്റ്റ് തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. 10% ഇല്ലേ ഈ ഒരു സെക്ഷൻ പഠിക്കാതെ, ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അറിയാതെ ഒരാൾ CMA USA എക്സാം എഴുതിയാൽ പാസ്സാവുമോ? ഇല്ല, ഒരിക്കലുമില്ല. നമ്മൾ ഈ ഒരു സെക്ഷൻ എന്നല്ല, ഏതൊരു ടോപ്പിക് ആണെങ്കിലും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം പഠിക്കാനായിട്ട്. നമുക്ക് ഈ 10% എന്നുള്ള ചിലർക്ക് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ചിലർക്ക് ചോദിച്ചൊന്നും വരില്ല. അതങ്ങനാണല്ലോ. CMA USA എക്സാമിൻ്റെ പാറ്റേൺ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. മാറ്റങ്ങളുണ്ടാവും. ഓരോരുത്തർക്കും ഓരോ ടോപ്പിക്കിൽ നിന്നും അല്ലെങ്കിൽ ഓരോ സെക്ഷൻസിൽ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഫുൾ തിയറിയാണ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ള. ഫുൾ തിയറി, പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല, ഫുൾ തിയറിയാണ്. കേട്ടപ്പോൾ തന്നെ ചിലർക്കൊക്കെ മടുപ്പടിച്ച് കാണും. മടുപ്പടിക്കാനൊന്നും ഇല്ല. പ്രോപ്പർലി ഷെഡ്യൂൾ ചെയ്ത് എങ്ങനെ പഠിക്കണമെന്നൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഈ സെക്ഷനൊക്കെ നമ്മൾ പഠിച്ചു പോകുന്നത് നമ്മൾ പോലും അറിയില്ല. നമുക്ക് ജസ്റ്റ് ഒരു 5 ദിവസം കൊണ്ട് ഈ ഒരു സെക്ഷൻ പഠിക്കാനായിട്ട് പറ്റും. അതൊക്കെ എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ സെക്ഷൻ എങ്ങനെ പഠിക്കണമെന്ന് നോക്കിയാലോ. ഞാൻ പറഞ്ഞു തിയറി സെക്ഷനാണ്. തിയറി സെക്ഷൻ പഠിക്കണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ടെക്സ്റ്റ് വായിക്കുക എന്നുള്ളത്. ടെക്സ്റ്റ് വായിക്കുക. ഈ ഒരു സംഭവം ചെയ്യാതെ തിയറി സെക്ഷൻ നമുക്ക് പഠിക്കാൻ പറ്റില്ല. ഈ ഒരു തിയറി സെക്ഷനിൽ നമുക്ക് സ്കോർ ചെയ്യാനും പറ്റില്ല. പക്ഷേ ടെക്സ്റ്റ് വായിക്കാനായിട്ട് പലർക്കും ഭയങ്കര മടുപ്പായിരിക്കും. കാരണം എന്തൊക്കെയോ വലിച്ചുകാരി കുറേ എഴുതി വെച്ചേക്കുന്നു. ഭയങ്കര മടുപ്പായിരിക്കും വായിക്കാനായിട്ട്. ഒരു പ്രോപ്പർലി നമുക്ക് ഫോക്കസ് ചെയ്ത് വായിക്കാനായിട്ട് പറ്റില്ല. ഞാൻ അതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ടെക്സ്റ്റ് വായിക്കാനുള്ള നോളജ് ആയിരിക്കും. നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുന്ന ടൈമിൽ നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ വേണം, എന്താണ് അതിൽ പറയുന്ന കോൺസെപ്റ്റ് എന്ന്. ആ കാര്യമായിരിക്കും ഈ ഒരു വീഡിയോ കൊണ്ട്, മീൻസ് നമ്മൾ ഈ ഒരു സെക്ഷൻ്റെ ഫുൾ വീഡിയോ കൊണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ടെക്സ്റ്റ് എങ്ങനെ വായിക്കണം. ടെക്സ്റ്റ് വായിക്കുന്ന ടൈമിൽ പ്രോപ്പർലി നിങ്ങൾക്ക് വായിച്ച് മാറാനായിട്ട് പറ്റും. കാരണം എന്താ, നിങ്ങൾക്ക് കോൺസെപ്റ്റിൽ ഐഡിയ ഓൾറെഡി ഉണ്ട്. പിന്നെ ആലോചിക്കും എന്തിനാണ് ടെക്സ്റ്റ് വായിക്കുന്നത്, ഓൾറെഡി ഐഡിയ കിട്ടിയില്ലേ. അല്ല, ടെക്സ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കീവേഡ്സ് കിട്ടും. കീവേഡ്സ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ കീവേഡ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്ലൈ ചെയ്യുന്നത്. ഈ കീവേഡ്സ് നോക്കിയിട്ടായിരിക്കും ചില ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ കീവേഡ്സ് അറിയില്ലെങ്കിൽ പറ്റുമോ, ആൻസർ ചെയ്യാനായിട്ട് പറ്റുമോ? പറ്റില്ല. അപ്പോൾ കീവേഡ്സ് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് വായിക്കണം. അപ്പോൾ ടെക്സ്റ്റ് വായിക്കാനുള്ള നോളജ് ഈ വീഡിയോസിൽ നിന്ന് കിട്ടും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു സ്ട്രക്ചർ ആയില്ലേ. നമുക്ക് ഡെയിലി വീഡിയോസ് ഉണ്ടായിരിക്കും, കോൺസെപ്റ്റ് വൈസുള്ള വീഡിയോസ് ഉണ്ടായിരിക്കും. അത് കാണുക. തിയറിയാണ്, മടുപ്പാണ്, അറിയാം. അതുകൊണ്ട് ഡെയിലി കുറച്ച് വീഡിയോസ് എന്തായാലും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് മാക്സിമം കട്ട് ചെയ്ത് ചെറിയ വീഡിയോസ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് കണ്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ഡയറക്റ്റ്ലി ടെക്സ്റ്റ് വായിക്കാനായിട്ട് പോവുക. ആ ടോപ്പിക്കിൻ്റെ ടെക്സ്റ്റ് അന്ന് തന്നെ വായിക്കുക. വായിച്ചതിന് ശേഷം അതിൽ നിന്നൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എന്നെ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി, ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഞാനായിരിക്കും ഈ സെക്ഷൻ്റെ ഡൗട്ട് ക്ലിയറൻസും ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ആസ്ട്രയുടെ ഭാഗത്ത് നിന്നുള്ള ഡെയിലി എക്സാംസ് ആ സെയിം ഡേ തന്നെ അറ്റൻഡ് ചെയ്യുക. ഇപ്പോൾ ആലോചിച്ച് നോക്കിയിട്ടാ, നമ്മൾ ക്ലാസ് കേട്ടു, ടെക്സ്റ്റ് വായിച്ചു, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തു, ഡൗട്ട് ക്ലിയർ ചെയ്തു, എക്സാം അറ്റൻഡ് ചെയ്തു. ആ ടോപ്പിക്ക് കഴിഞ്ഞില്ല. ആ ടോപ്പിക്കിൽ ഇനി എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്, റിവിഷൻ മാത്രമായിരിക്കും പെൻഡിങ് ഉള്ള. ഓക്കെ, അങ്ങനെ 5 ദിവസം കൊണ്ട് നമ്മൾ ഈ ഒരു ടോപ്പിക്ക്, ഈ ഒരു സെക്ഷൻ ഫുള്ളായിട്ട് കവർ ചെയ്യും. അതിന് മാത്രമുള്ള സെക്ഷനേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല ചെറിയ സെക്ഷൻ ആണെന്ന്. നിങ്ങൾ പോലും അറിയില്ല ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആവുന്നത്. അത്ര സിമ്പിളായിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ പ്രോപ്പർലി നമ്മളെ ഷെഡ്യൂൾ അനുസരിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷൻ ആയിരിക്കും ഇത്. ഇനി നമുക്ക് വേറൊരു കാര്യം നോക്കിയാലോ. ഇവിടെ ഓരോ സെക്ഷൻ പഠിക്കുമ്പോഴും നമ്മൾ ഓരോ പെർസ്പെക്റ്റീവിലായിരിക്കണം പഠിക്കുന്നത്.
പഠിക്കേണ്ടത്. ഓരോ ആളുകളുടെ പെർസ്പെക്റ്റീവിലായിരിക്കും നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ സെക്ഷനിൽ നമ്മൾ റിസ്കിനെ കുറിച്ചാണ് കൂടുതലായിട്ടും പഠിക്കുന്നത്. പേര് തന്നെ ഇല്ലേ, എൻ്റർപ്രൈസ് റിസ്ക് മാനേജ്മെൻറ്റ്. ഈ സെക്ഷനിൽ നിങ്ങൾ എവിടെ നോക്കിയാലും റിസ്ക് അതായിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുക. അപ്പോൾ റിസ്കിനെ കുറിച്ചല്ലേ പഠിക്കുന്നത്. റിസ്ക് ഒരു കമ്പനിയിൽ ആരായിരിക്കും ഹാൻഡിൽ ചെയ്യുക, റിസ്ക് ആരായിരിക്കും മാനേജ് ചെയ്യുന്നത്, അവരുടെ പെർസ്പെക്റ്റീവിൽ വേണം നമ്മൾ നോക്കാൻ. അതാരാണ്? CRO അല്ലെങ്കിൽ CEO. ഇവരായിരിക്കും റിസ്കിനെ മാനേജ് ചെയ്യുന്നത്. CRO ആരാ? ചീഫ് റിസ്ക് ഓഫീസർ. അതൊക്കെ ഉണ്ടാവുക. CRO എന്ന് പറഞ്ഞൊരു പോസ്റ്റിംഗ് ഉണ്ടാവുക വലിയ ബിഗ് കമ്പനീസിലായിരിക്കും CRO എന്ന് പറഞ്ഞൊരു പോസ്റ്റിംഗ് ഉണ്ടായിരിക്കുക. വേറെ ഒന്നുമില്ല, റിസ്ക് മാനേജ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു പോസ്റ്റിംഗ്, അങ്ങനെ ഒരു ഓഫീസറാണ് ഈ CRO എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, വലിയ കമ്പനീസിലായിരിക്കും CRO ഉണ്ടാവുക. അപ്പം ചെറിയ കമ്പനീസിൽ റിസ്ക് മാനേജ് ചെയ്യേണ്ടെന്നാണോ പറയുന്നത്? അല്ല, അവിടെ റിസ്ക് മാനേജ് ചെയ്യുന്ന ആരായിരിക്കും? CEOയുടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും അവിടുത്തെ റിസ്ക് മാനേജ് ചെയ്യുക എന്നുള്ളത്. അപ്പം നമ്മളെല്ലാം ഈ ഒരു സെക്ഷൻ പഠിക്കുന്ന ടൈമിൽ നിങ്ങളിൽ ഓരോരുത്തരും CRO ആയിരിക്കും അല്ലെങ്കിൽ CFO ആയിരിക്കും. ഈ ഒരു പെർസ്പെക്റ്റീവിൽ ചിന്തിച്ചിട്ട് വേണം ഈ ഒരു സെക്ഷൻ്റെ ക്ലാസ് കാണാനും നിങ്ങൾ പഠിക്കാനായിട്ടും. നിങ്ങൾ ഒരു കമ്പനിയിലെ CRO ആണ്, എങ്ങനെയായിരിക്കും ആ കമ്പനിയിലെ റിസ്കിനെ നിങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് സിമ്പിളി ഈ ഒരു സെക്ഷൻ പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് നിങ്ങൾ പ്രോപ്പർലി ആ ഒരു പെർസ്പെക്റ്റീവ് നിങ്ങൾ ഈ ഒരു സെക്ഷൻ ഫുള്ളായിട്ട് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം, ഒരിക്കലും വിട്ടുപോകരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം നമ്മൾ എന്താ പറഞ്ഞത്? ഈ സെക്ഷൻ എങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞു, അതിൻ്റെ സ്ട്രക്ചർ പറഞ്ഞു, അതുപോലെ ആരുടെ പെർസ്പെക്റ്റീവിൽ കാണണമെന്ന് പറഞ്ഞു. ഈ സെക്ഷനെ കുറിച്ച് ചെറിയൊരു ഐഡിയ കിട്ടി. തിയറിയാണ്, എത്ര പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് വരും, അങ്ങനത്തെ ഐഡിയ ഒക്കെ കിട്ടിയില്ലേ. ഇനി നമുക്ക് ഈ സെക്ഷനിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കാനുള്ളതെന്ന് നോക്കിയാലോ? ഓക്കെ, നോക്കാം. ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് ഇതിൽ പഠിക്കാനായിട്ടുള്ളത്. ഫസ്റ്റ് വരുന്നത് പേര് പോലെ തന്നെ റിസ്ക് മാനേജ്മെൻറ്റ്. നമ്മൾ കുറേ വട്ടം റിസ്ക് എന്ന് പറഞ്ഞു. ആദ്യം നമ്മൾ പഠിക്കുക റിസ്ക് എന്താണെന്നായിരിക്കും. നമുക്ക് ബേസിക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. റിസ്ക് എന്താണെന്നായിരിക്കും ആദ്യം നമ്മൾ പഠിക്കുക. എന്നിട്ട് റിസ്കിനെ നമുക്ക് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം, 2 രീതിക്ക് മാനേജ് ചെയ്യാം. അതൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഫസ്റ്റ് ടോപ്പിക് അതാണ് റിസ്ക് മാനേജ്മെൻറ്റ്. ചെറിയൊരു ടോപ്പിക്കാണ്, ബേസിക് ആയിരിക്കും, സിമ്പിൾ ആയിരിക്കും. അതിനുശേഷം നമ്മൾ ഈ ഒരു സെക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്കാണ് പോകുന്നത്, ടൈപ്സ് ഓഫ് റിസ്ക്. കുറച്ച് ടൈപ്സ് ഓഫ് റിസ്കിനെ കുറിച്ച് പഠിക്കാനുണ്ട്. കുറച്ചെന്ന് പറഞ്ഞാൽ ഏകദേശം 25 ടൈപ്സ് ഓഫ് റിസ്ക്, ഏകദേശമാണ് 20 to 25 ടൈപ്സ് ഓഫ് റിസ്കിനെ കുറിച്ച് നമുക്ക് എന്തുണ്ട് പഠിക്കാനായിട്ടുണ്ട്. ഇത് നമുക്ക് അറിഞ്ഞിരിക്കണം. ഈ ഇത്രയും ടൈപ്സ് ഓഫ് റിസ്ക് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റണം. ഒരു സിനേരിയോ തന്നു, ഇതിൽ ഏത് റിസ്കിനെ കുറിച്ചാണ് ആ സിനേരിയോയിൽ പറഞ്ഞേക്കുന്നത് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് പ്രോപ്പർലി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ടെസ്റ്റ് ചെയ്യുന്നത്. ഏത് റിസ്ക് ആണ് ആ സിനേരിയോയിൽ പറഞ്ഞതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക. ക്ലാസ് കണ്ട് ഏത് ടൈപ്പ് ഓഫ് റിസ്കുകളെ കുറിച്ചൊക്കെയാണ് പറയുന്നത് മനസ്സിലാക്കി ടെക്സ്റ്റ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. സിമ്പിളായിട്ട് നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് റിസ്ക് മാനേജ്മെൻറ്റ് പ്രോസസ്സ്. നമ്മൾ ഈ ഒരു സെക്ഷനിലെ ഏറ്റവും വലിയ ടോപ്പിക്ക്, ചെറിയ സെക്ഷനിലെ ഏറ്റവും വലിയ ടോപ്പിക്കാണ് ഈ റിസ്ക് മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ടൈപ്സ് ഓഫ് റിസ്ക് പഠിച്ചു. ഏതൊക്കെ ടൈപ്പ് റിസ്ക് ആണ് ഒരു കമ്പനിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളതെന്ന് നമ്മൾ പഠിച്ചില്ലേ. ഇനി ആ റിസ്കിനെ അത് മനസ്സിലാക്കിയാൽ മാത്രം മതിയോ? പോരാ, നമ്മൾ എന്ത് ചെയ്യണം? അതിനെ പ്രോപ്പർലി മാനേജ് ചെയ്ത് മിറ്റിഗേറ്റ് ചെയ്ത് ആ റിസ്കിനെ മാക്സിമം കുറച്ച് കൊണ്ടുവന്ന് കമ്പനിയെ ബെനിഫിറ്റിലേക്ക് എത്തിക്കണം. അതിനെന്ത് ചെയ്യണം? മാനേജ് ചെയ്യണം. അതെന്താണ്? ഒരു 5 സ്റ്റെപ്പ് പ്രോസസ്സാണ്. ആ 5 സ്റ്റെപ്പ് പ്രോസസ്സാണ് നമ്മൾ ഈ റിസ്ക് മാനേജ്മെൻറ്റ് പ്രോസസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. സിമ്പിളാണ്. നമുക്ക് ഓരോ പ്രോസസ്സിനെയും ഇൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഈ ടോപ്പിക്കില്ലേ, ഈ റിസ്ക് മാനേജ്മെൻറ്റ് പ്രോസസ്സും അതുപോലെ തന്നെ ഈ ടൈപ്സ് ഓഫ് റിസ്ക്കും, ഈ 2 ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഏകദേശം 60 to 70% ഈ സെക്ഷൻ കംപ്ലീറ്റഡ് ആയി. ഈ സെക്ഷൻ്റെ മെജോറിറ്റിയും ഈ 2 ടോപ്പിക്സ് ആണ് ഉള്ളത്. ഓക്കെ, സിമ്പിളാണ്, പേടിക്കാനൊന്നുമില്ല. ഈ 2 ടോപ്പിക്ക് പഠിച്ചാൽ ഈ സെക്ഷൻ ഏകദേശം കഴിഞ്ഞു. പിന്നെ നമുക്ക് 2 ടോപ്പിക്ക് കൂടി ഉണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് കോസോ ഫ്രെയിംവർക്ക്. എന്നാൽ നമ്മൾ എല്ലാ കമ്പനിയിലും റിസ്കിനെ മാനേജ് ചെയ്യണം, എന്നാലേ കമ്പനി പ്രോപ്പർലി വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ. പക്ഷേ ഇത് നിയമപരമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അവിടത്തേക്ക് വേണ്ടിയിട്ട് കോസോ എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഒരു ഫ്രെയിംവർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ കോസോ ഫ്രെയിംവർക്കിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിൽ 5 കമ്പണൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ 17 പ്രിൻസിപ്പിൾസ് ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു ഫ്രെയിംവർക്ക് സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഈ 5, 17 ഒരുപാടുണ്ടല്ലോ എന്നൊന്നുമില്ല. ഈ 17 പ്രിൻസിപ്പിൾസ് ഒറ്റ പേജിൽ ഓരോ ലൈനായിട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. അത്രേ ഉള്ളൂ. സിമ്പിളി നമുക്ക് ഓരോ ലൈൻ വെച്ചിട്ട് ഈ 17 പ്രിൻസിപ്പിൾസിനെ മനസ്സിലാക്കി പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അതിനുശേഷം ലാസ്റ്റ് ടോപ്പിക്കാണ് ക്യാപിറ്റൽ അഡിക്വസി എന്ന് പറയും. ക്യാപിറ്റൽ അഡിക്വസി എന്ന് പറഞ്ഞ ഒരു റേഷ്യോ ആണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ബാങ്കുകളിലായിരിക്കും. ബാങ്കുകളിലെ റിസ്കിനെ പ്രോപ്പർലി മനസ്സിലാക്കി ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു റേഷ്യോ ആണ് ഈ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ എന്ന് പറയുന്നത്. ഇത്രയും ടോപ്പിക്കാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ പഠിക്കാനായിട്ടുള്ളത്. ഈ സെക്ഷൻസ് ഞാൻ പറഞ്ഞില്ല, ഇത് അറൗണ്ട് ഒരു 5 days കൊണ്ട് നമ്മൾ ഇത്രയും ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യും.
അതോടൊപ്പം തന്നെ എന്ത് ചെയ്യും, ടെക്സ്റ്റ് വായിക്കും, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യും, നമ്മൾ എക്സാംസും എഴുതും. ലാസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ ഫുള്ളായിട്ടൊരു മോക്ക് എക്സാമും ഉണ്ടായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതായത് സെക്ഷൻ ഡിയുടെ ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ് തൊട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രോപ്പർലി ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യും. അടുത്ത ക്ലാസ്സിൽ റിസ്ക് വേഴ്സസ് അൺസർട്ടനിറ്റി ഒരു ബേസിക് ക്ലാസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. എന്തായാലും നിങ്ങളത് കാണണം. നമുക്ക് എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.